കേക്കും സ്വീറ്റ്സൊക്കെ മാത്രം ഉണ്ടാക്കാൻ അറിയാവുന്ന ഞാൻ ഒരു ചിക്കൻ കറി വെച്ച കഥയാണിത്. ആദ്യം തന്നെ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് മാരിനേറ്റ് ആവാൻ വേണ്ടി വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഫൈൻ പേസ്റ്റ് ആക്കണം എന്നില്ല, കുറച്ചിങ്ങനെ കഷ്ണം കിടന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് ഒക്കെ കാണിക്കാം. ടൊമാറ്റോ, ഓണിയൻ, ക്യാപ്സിക്കം, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും, ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ്. ഇനി നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചട്ടി എടുക്കുക. അതിനുശേഷം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി ഞാൻ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. അതിനുശേഷം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ്, അത് ചേർത്ത് കൊടുത്തിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഒരു കുക്കാക്കി എടുക്കണം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് ഒരുപാട് സമയം വഴറ്റണം എന്നൊന്നുമില്ല. കാരണം നമ്മൾ കറി തിളയ്ക്കുമ്പോഴൊക്കെ ക്യാപ്സിക്കം നന്നായിട്ട് വെന്തോളും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോയും അതുപോലെ തന്നെയാണ് കേട്ടോ, ഒരുപാട് നേരം കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പം ഇതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് എടുക്കാം. അത് നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്യാം കേട്ടോ. സ്പൈസസ് നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്നൊന്നുമില്ല. കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ മാത്രം ആഡ് ചെയ്താൽ മതിയാവും. ഇനിയിപ്പം നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണമെങ്കിൽ കുറച്ച് സോയ് സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. പൊടി മാത്രം ചേർത്തിട്ട് കുറച്ച് നേരം നടുക്ക് ആ ഒരു ഓയിലിട്ടിട്ടൊന്ന് എന്താ പറയുക കുക്കാക്കി എടുത്തിട്ട് വേണം ഫുള്ളി മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഫൈനൽ സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിൽ തന്നെ വെള്ളം കൂടെ ഇറങ്ങിക്കോളും കേട്ടോ. കുറച്ചധികം നേരം അടച്ച് വെച്ചിട്ട് തിളപ്പിക്കണം എന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് കരിയാപ്പില ആഡ് ചെയ്യാം കേട്ടോ. കരിയാപ്പില ഞാൻ ഇത്രയും എടുത്തു, പക്ഷേ ഇത്രയും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് കുക്കാക്കുക കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ല കടൽ പോലെ വെള്ളം വന്നിട്ടുണ്ടാവും. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് നല്ലപോലെ കുക്കാക്കി ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായി കിട്ടും. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, അടിപൊളിയായിരുന്നു. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ബൈ.